നമ്മൾ ഇതൊരു റിവ്യൂ റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും റിവ്യൂസ് കണ്ടിട്ടാണ് സാധാരണ തിയേറ്ററിലേക്ക് പോകുന്നത്. കാരണം ആർക്കും ഇപ്പം സമയമില്ല എന്നുള്ളതാണ്. നല്ലതാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ തിയേറ്ററിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അശ്വന്ത് ഗോക്ക്, അതുപോലെ തന്നെ ഷഹസാമിനെ പോലുള്ള വലിയ സിനിമയെ കീറി മുറിച്ച് ഉപ്പും മുളകും തേച്ചൊക്കെ റിവ്യൂ പറയുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ ആൾക്കാർ ഒരു നോർമൽ ഓഡിയൻസിൻ്റെ രീതിയിൽ സിനിമ കാണും. ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഈ വെക്കേഷനിൽ ആദ്യം തിയേറ്ററിലേക്ക് എത്തിയ സിനിമയായിരുന്നു, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ്. ജയസൂര്യ വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സിനിമയായിരുന്നു ആട് 3. അതൊരു ഫാൻറ്റസി മൂഡുള്ള ഒരു സിനിമയായിരുന്നു. പ്രസന്റ്ലിയും AD 1979 കാലഘട്ടവുമാണ് മിക്സ് ചെയ്തിട്ടായിരുന്നു ആ ഒരു സിനിമ വന്നത്. എന്നാൽ ആ സിനിമ പ്രസന്റ്ലി കാണിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല കോമഡി വർക്ക് ചെയ്തു. ഷാജി പാപ്പാനൊക്കെ പൊളിച്ചടിക്കിട്ടുള്ളൊരു സംഭവമായിരുന്നു. നോർമലി നമുക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് സിനിമ പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. ഈ ഒരു സിനിമ കണ്ട നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും. അപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ചിലവുമാരുണ്ട്. നല്ല സിനിമകളെ മോശമാക്കി പറയും, എന്നാൽ മോശം സിനിമകൾ കാശ് വാങ്ങിച്ചിട്ട് ഇത്തരം നല്ല റിവ്യൂസും കൊടുക്കും. ഈ കാശ് വാങ്ങിച്ചു എന്ന് പറയാനായിട്ടുള്ളൊരു തെളിവ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ എന്ന് കണ്ടോളൂ. നിങ്ങൾ ഈ കാണുന്ന വിജയ് ബാബു ആണ് സിനിമയുടെ പ്രൊഡ്യൂസറാണ്. മറ്റത് അശ്വന്ത് ഗോക്കാണ്. സിനിമ റിലീസിന് 2 ദിവസം മുമ്പ് ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ ആട് എന്ന സിനിമയ്ക്ക് ഇവൻ്റെ ആ മുണഞ്ഞ റിവ്യൂ വന്നത്. അതിനുശേഷം തിയേറ്ററിൽ വന്ന സിനിമയാണ് നിവിൻ പോളി നായകനായിട്ടെത്തിയ പ്രതിച്ഛ എന്ന സിനിമ അത്യാവശ്യം പൊളിറ്റിക്കലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരമായിട്ട് ഒരു അടിപൊളി സിനിമ തന്നെയായിരുന്നു. എല്ലാവരും, എനിക്കൊന്ന് ബാലചന്ദ്രൻ മേനോൻ കുറേ നാൾക്ക് ശേഷം നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമ. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം തിയേറ്ററിലെത്തിയ സിനിമയാണ് വാഴയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർ ഇവനെ എടുത്ത് ടൂക്കോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു റിവ്യൂവും കൊടുത്തിട്ടുണ്ട്. അപ്പം ആട് 3 MMT മിഥുൻ മാനുവൽ തോമസ് റൈറ്റർ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് സിനിമയായിട്ടുള്ള ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉള്ള ആട് ഫ്രാഞ്ചൈസിയുടെ 3ാമത്തെ സിനിമ. ആട് 1 നിങ്ങൾക്കറിയാം തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. ആട് 2 ഗംഭീര വിജയം നേടിയ സിനിമയാണ്. ഞാനത് തിയേറ്ററിൽ കണ്ടുള്ള സിനിമയാണ്. ആട് 3ലേക്ക് വരുന്ന സമയത്ത് ഇത് ജോൺറ ഷിഫ്റ്റ് ഉണ്ട്. ഇത് ടൈം ട്രാവൽ പരിപാടിയാണെന്നുള്ളത് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ളതാണ്. ട്രെയിലർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതെങ്ങനെ വരും എന്നുള്ളതായിരുന്നു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ചില സിനിമകൾക്ക് ഒരു വിധിയുണ്ടോ? എനിക്ക് എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതൊരു കിട്ടുന്ന സാധനമായിരിക്കും, ഇല്ലെങ്കിൽ 8 തന്നെ പൊട്ടും എന്നുള്ള ഒരു, കാരണം ചില പടങ്ങൾ അങ്ങനെയാണ്. കാരണം അത്രയും ഒരു എക്സ്പെരിമെൻ്റൽ സാധനമല്ലേ ചെയ്യാൻ പോണേ. ബട്ട് ദിസ് ഈസ് റിയലി ഫൺ. കാരണം ഈ സിനിമ ക്യാരക്ടേഴ്സ് ഓൾറെഡി നമുക്ക് അറിയുന്ന ക്യാരക്ടേഴ്സാണ്. എല്ലാ ക്യാരക്ടേഴ്സ്, പിന്നെ അവരുടെ ഓരോ ക്യാരക്ടേഴ്സിനുള്ള സിഗ്നേച്ചറുള്ള അവരുടെ തീം മ്യൂസിക്, സ്കോർ പരിപാടി ഷാൻ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ് ടൈമിൽ, അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിൽ ചെയ്തു വെച്ച സാധനം. അപ്പോൾ അത്രയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരെങ്ങനെ ഇങ്ങനെ ഒരു ടൈം ഡിഫറെൻറ്റ് ടൈം സ്പാനിൽ എങ്ങനെ പ്ലേസ് ചെയ്യും ഈ ടൈം ട്രാവൽ പരിപാടി എന്നുള്ളതാണ്. അത് കിടുവായിട്ട് വർക്കായിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ പടം ഒറ്റ പോകാം. ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ടുണ്ട് സിനിമ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ബോറടിച്ചെന്നുള്ളല്ല, ചില സമയത്തൊക്കെ ഹേ എന്നുള്ളൊരു സാധനം തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ് ഇതിൻ്റെ അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ആൻഡ് ഒറിജിനൽ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. പക്ഷേ അത് ഇതിൽ സ്കോർ ചെയ്തിരിക്കുന്നതും ന്യൂ തീംസ് ചെയ്തിരിക്കുന്നത് ഡോൺ വിൻസെന്റ് ഓൾറെഡി MMTയുടെ കൂടെ. കേട്ടല്ലോ ഇവന്റെ റിവ്യൂ എന്താണെന്നുള്ളത്. അതായത് അത്യാവശ്യം നന്നായിട്ട് സിനിമയെ വിലയിരുത്തി റിവ്യൂ ചെയ്യാൻ കഴിവുള്ള ഒരുത്തൻ തന്നെയാണ് അശ്വന്ത് ഗോക്ക്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂസ് കാണുന്നതും. പ്രേക്ഷകരെ നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും നല്ലതെന്ന് തന്നെ പറയും. മോശമാണെന്നുണ്ടെങ്കിൽ ആ സിനിമയെ മോശമെന്ന് തന്നെ പറയണം. ആട് 3 എന്ന സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കാം, നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കാം. 2-3 ദിവസം കൊണ്ട് സിനിമ 100 കോടി ക്ലബിൽ കയറിയെന്നൊക്കെയാണ് ഇതിൻ്റെ അവകാശവാദം. എന്താണെങ്കിലും വാഴ 2 തിയേറ്ററിൽ ഇടിമുഴക്കം തീർത്തുകൊണ്ട് ഗംഭീര കളക്ഷനിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 100 കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. കറക്റ്റ് വെക്കേഷൻ മൂഡിൽ നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമ തന്നെയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വൈബാണ് സിനിമ. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരുപാട് മെസ്സേജുകൾ നൽകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. നല്ല സിനിമയെ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിക്കണം. മോശം സിനിമ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അതിനെ വിലയിരുത്തുക തന്നെ ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.